ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് സെബാസ്റ്റ്യൻ. വാക്ക് വിത്ത് സെബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതെ, നമ്മുടെ കോൺവാൾ ട്രിപ്പിൻ്റെ രണ്ടാം ഭാഗം അല്ലെങ്കിൽ രണ്ടാം ദിവസം എന്ന് വേണം പറയാൻ. ഇന്ന് ഞങ്ങളുടെ മുന്നിലെ വില്ലൻ മഴയാണ്. ഞങ്ങളാകെ വിഷമത്തിലാണ്. കാരണം പിള്ളേരൊക്കെ ആയിട്ട് ഇന്ന് ഞങ്ങൾ ബീച്ചിൽ പോകാം, അടിപൊളി ഒരു ബീച്ച് കാണാം, നല്ലൊരു ബോട്ട് സഫാരി ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് പ്ലാനോടെ ഞങ്ങൾ എഴുന്നേറ്റതാണ്. പക്ഷേ നല്ല മഴ. ഈ മഴയത്ത് ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്നും ശരിയാകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ പ്ലാനൊക്കെ മാറ്റി പിള്ളേരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിനിടയിൽ ഞാൻ വീഡിയോ കുറച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ഡ്രോണൊക്കെ ഉപയോഗിച്ച് കുറച്ച് വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ താമസിക്കുന്ന വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളുടെ ഒരു ചെറിയ വീഡിയോയാണ് ഇത് ഇപ്പം നമ്മൾ കാണുന്നത്. അധികം താമസിക്കാതെ നമ്മൾ അങ്ങോട്ടുള്ള യാത്ര ആരംഭിച്ചു. വളരെ പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞ നല്ല റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങിങ്ങായി വലിയ ഷെഡുകളൊക്കെ കാണാം. നമുക്കറിയത്തില്ല ഇത് എന്തിൻ്റെയാണെന്ന്. അങ്ങോട്ട് പോകാനോ ഉള്ള സമയമൊന്നുമില്ല. അതിനിടയ്ക്ക് വീണ്ടും മഴ പെയ്തു. അധികം താമസിക്കാതെ ഞങ്ങൾ ഡയറി ലാൻഡ് ഫാം പാർക്കിലെത്തി. അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു. വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. പക്ഷേ നമ്മൾ ഈ കാഴ്ചകൾ കാണുമ്പം നമ്മളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെ യു കെയിലെ ജനത അല്ലെങ്കിൽ യു കെയിലൊരു എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം, നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ആ സൗകര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ അതൊരു വരുമാന മാർഗമാക്കി മാറ്റാം എന്നുള്ളതിനൊരു ഉദാഹരണമാണിത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടേച്ച് വരാം. ഓക്കെ, അടിപൊളിയാണ് കേട്ടോ. ഈ കാഴ്ചകളൊന്നും മിസ് ചെയ്യാതെ കാണണം. പിള്ളേരെക്കാരും കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങളെല്ലാം ആണെന്ന് തോന്നുന്നു. എനിവേ, അടിപൊളി കാഴ്ചകൾ അതെല്ലാം ഒന്ന് കണ്ടേച്ചിട്ട് നമുക്ക് വീണ്ടും വരാം. അങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇവിടെ ആരാണ് കൂടുതൽ എൻജോയ് ചെയ്തതെന്ന്. അതെ, പിള്ളേരെക്കാളും കൂടുതൽ എൻജോയ് ചെയ്തത് ഞങ്ങളാണ്. ഈ സ്ലൈഡേഴ്സൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എല്ലാവർക്കും കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും പിടിച്ച് കയറ്റി. അങ്ങനെ അവസാനം ഞാനും ഒന്ന് കയറി കേട്ടോ. അത് വേറെ കാര്യം. കൊള്ളായിരുന്നു, നല്ല അനുഭവമായിരുന്നു. ഇതിനകത്ത് ഒരുപാട് വേറെ ആക്ടിവിറ്റീസൊക്കെ സൈഡിലൊക്കെ ഉണ്ട്. പിള്ളേരെല്ലാം അതിലൊക്കെ കയറി ആവശ്യത്തിലധികം കളിച്ചു. ഏതാണ്ട് 2 മണിക്കൂറോളം ഞങ്ങൾ ഇതിനകത്ത് കളിച്ചു, ചിലവിട്ടു. അതായത് ഈ ഒരു ഷെഡ്, ഇതൊരു വലിയൊരു ഷെഡാണ്, വലിയൊരു ഹോളാണ്. അതിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം. അതിൽ ഞങ്ങൾ ഏതാണ്ട് 2 മണിക്കൂറോളം അതിൽ കൂടുതലോളം വേണേൽ സ്പെൻഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണെങ്കിലും അടിപൊളിയായിരുന്നു സംഭവം. പിന്നെ ഇതിലോട്ടുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഏതാണ്ട് 14 എത്രയോ പൗണ്ട്, ഏതാണ്ട് 15 പൗണ്ടിന് അടുത്ത് വരുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം, നമുക്ക് ഒരു ദിവസം എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ആ ആഴ്ചയിലെ ബാക്കി 4 ദിവസം നമുക്ക് ഇതിനകത്ത് കയറാം. ഇവിടെ നിന്നുള്ള 4 ദിവസം അടിപൊളിയാട്ടോ ആ ഒരു കാര്യത്തിലെ. അതായത് 4 ദിവസം നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറി എൻജോയ് ചെയ്തിട്ട് പോകാം. അല്ലെങ്കിൽ നമ്മൾ ഇതിനടുത്ത് എവിടെയെങ്കിലുമൊക്കെയാണ് റൂം, അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഡിസ്റ്റൻസിലാണെങ്കിൽ ജസ്റ്റ് വന്ന് പിള്ളേർക്ക് 2 മണിക്കൂർ കളിച്ചിട്ട് പോകാൻ, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ്. അടിപൊളിയാണ് കേട്ടോ. പക്ഷേ നാട്ടിൽ നമ്മുടെ ഫാമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഒരു ചെറിയ സെറ്റപ്പൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നുന്നു. എന്താ പറയുക, നമ്മുടെ ഫുഡും സൗകര്യങ്ങളും, അതേപോലെ പുറത്താണെങ്കിലും പിള്ളേർക്ക് ഓടിക്കളിക്കാനുള്ള സൗകര്യങ്ങളും മണലും, അതിനകത്ത് കുറേ എന്താ പറയുക, നമ്മുടെ JCB പോലുള്ള മണ്ണ് മാന്തുന്ന കുറേ സംവിധാനങ്ങളും, അങ്ങനെ അടിപൊളി. എല്ലാം കൊണ്ടും പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പണിതേക്കുന്നൊരു സ്ഥലം. പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് കുറേ ആക്ടിവിറ്റി സെൻറ്റേഴ്സ് ഉണ്ട്. നമുക്കെന്താ പറയുക, ഡോൾ ഉണ്ടാക്കുന്നത് അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്,
നമുക്കൊരു ബ്രൗഷർ കിട്ടും, അതിൻ്റെ അകത്ത് സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പഠിക്കണമെന്നുണ്ട്, പഠിച്ചിട്ട് അങ്ങനെ അവിടെ വെച്ച് ചെയ്ത് നോക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വിശപ്പ് മൂത്തപ്പം ഞങ്ങൾ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ മഗ്ഡിയിലേക്കാണ് അടുത്ത യാത്ര. മഗ്ഡി പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം ഏതാണ്ടൊരു 4:45 കഴിഞ്ഞ് 5 മണിയാകാറാവും. അപ്പം ഒന്നും നോക്കിയില്ല, സായാഹ്നം കൊള്ളാം എന്ന് ഞങ്ങൾക്ക് തോന്നി. ചെറിയൊരു മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കിടക്കുന്ന റോഡാണ്. ഞങ്ങൾ വെച്ച് പിടിച്ചു ന്യൂക്കിലെ നല്ലൊരു ബീച്ച് കാണാനായിട്ട്. അടിപൊളി ബീച്ചാണ്. ആ കാഴ്ചകൾ നിങ്ങൾ മിസ് ചെയ്യരുത്. ഫിസ്ട്രൽ ബീച്ച് എന്നാണ് ഈ ബീച്ച് അറിയപ്പെടുന്നത്. വളരെ മനോഹരമായൊരു ബീച്ചാണെന്നാണ് ഞാൻ ഗൂഗിളിലെ റിവ്യൂവിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാം. അതെ, ഈ പാർക്കിങ് നമുക്ക് റോഡിൻ്റെ ഇരുവശത്തല്ല, റോഡിൻ്റെ ഇവിടെ ആണെങ്കിൽ റോഡിൻ്റെ ഈ ഒരു സൈഡിൽ മാത്രം നമുക്ക് പാർക്കിംഗ് ഉണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടെ ചെന്ന് കഴിഞ്ഞാൽ ബീച്ചിൻ്റെ സൈഡിൽ നമുക്ക് ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്. നമ്മൾ രാവിലെയൊക്കെയാണ് വരുന്നതെങ്കിൽ നേരത്തെ വരണം, എന്നാലേ പാർക്കിംഗ് കിട്ടുള്ളൂ എന്നാണ് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നവർ പറഞ്ഞ ഉള്ളൊരറിവ്. പക്ഷേ അടിപൊളിയാണെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്ന് നീങ്ങുന്നു. കുറേ ഒരു മീനിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഒരു റൗണ്ട് ബോർഡിൻ്റെ അവിടെ ഞാൻ ഉണ്ടാക്കി നിർത്തിയേക്കുന്നു. കൊള്ളാം, നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ. അതൊക്കെ കണ്ട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ജോസിനും വൈഫും പിള്ളേരും എല്ലാം കൂടെ ആദ്യമേ കുറച്ച് മുന്നെയാണ് അവരെത്തിയത്. അവർ പാർക്ക് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ബീച്ചിനോട് സൈഡിലുള്ള ആ പാർക്കിങ്ങിലാണ്. അപ്പോൾ അവർ മുന്നെയാണ്, ഞങ്ങളെക്കാളും ഒരു 2 മിനിറ്റ് മുന്നെയാണ് അവിടെ എത്തിയേക്കുന്നത്. അപ്പം അവർ അവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഞങ്ങളോട് താഴോട്ട് വരാൻ പറഞ്ഞ് ഞങ്ങൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. കൊള്ളാം, നല്ല ഭംഗിയുള്ള സ്ഥലം, അല്ലെങ്കിൽ റോഡിൻ്റെ ഇരുവശത്തും കാർ പാർക്കിങ്ങുകളൊക്കെ ഒരുക്കിയ ഒരു നല്ലൊരു ബീച്ചിൻ്റെ എൻട്രൻസ് പോയിൻ്റ്. ഞങ്ങളങ്ങനെ ബീച്ചിലോട്ടുള്ള എൻട്രൻസ് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് കാണാം ബീച്ച് പാർക്കിങ്ങിൻ്റെ ഡിസ്പ്ലേയും മെഷീനും ഒക്കെ അവിടെയുണ്ട്. അതിനോടിടയിൽ വെള്ളയുടെ വലത്ത് സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. അങ്ങനെ നമ്മുടെ ബീച്ചിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയുള്ള തട്ടുകടയോ അതൊന്നും ഇവിടെ കാണാൻ കിട്ടില്ലെങ്കിലും അത്യാവശ്യം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സർഫിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി ബീച്ചാണ്. ഇവിടെ സർഫ് ഫയറിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ സർഫ് ടീച്ചിങ് സെക്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയപ്പോൾ അതെ, ഇവിടെയാണ് നമ്മൾ ആ സർഫിൻ്റെ ആ സംഭവം ഞാൻ കണ്ടു. അതിനെ കാണിച്ചു തരാം. സർഫ് ഹയർ ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സർഫിങ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ പഠിപ്പിച്ച് തരും നമുക്ക്. ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അകത്താണ് സർഫ് ട്രെയിനിങ് സെൻ്ററൊക്കെ. കൊള്ളാം, നല്ല സ്ഥലം. ഇതുണ്ട് ഈ സംഭവം സർഫ് ഫയർ. അവിടെ അവർ ട്രെയിനിങ്ങും പഠിപ്പിച്ചൊക്കെ തരും നമുക്ക് എങ്ങനെയാണ് സർഫ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെ പഠിപ്പിച്ച് തരും. കൊള്ളാം, നല്ല ബീച്ച്, ഒരു രക്ഷയില്ല മക്കളെ. ഞങ്ങൾ വന്ന സമയം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇപ്പം 5:30 കഴിഞ്ഞ്. അടിപൊളി, നല്ല എന്താ പറയുക, ഒന്നും പറയാനില്ല, അമ്മാതിരി സെറ്റപ്പ് ബീച്ച്. പിള്ളേർക്കൊക്കെ ഇറങ്ങിക്കളിക്കാൻ ഭയങ്കര സേഫായിട്ടുള്ള ബീച്ചാണ്. അതായത് ഏതാണ്ട് നല്ല കണ്ടോ, അവിടെയാണ് നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലം. അവിടെ നിന്ന് ഇവിടം വരെ ഇങ്ങനെ നിരന്ന മണലാണ് ഫുള്ള്. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും. വെള്ളം ഉള്ളപ്പോഴാണെങ്കിലും നമുക്ക് ഇറങ്ങി കളിക്കാൻ പറ്റും. സെറമയ്ക്ക് വെള്ളം കണ്ടപ്പോൾ പേടി, വെള്ളത്തിൽ ഇറങ്ങേണ്ട അവൾ, നമുക്ക് വെള്ളം അലർജിയാന്ന് തോന്നുന്നു. എന്തായാലും മാത്തും ജോസുവിൻ്റെ പിള്ളേരും ഒക്കെ പൊളിയായിട്ട് എൻജോയ് ചെയ്യുവാണ്. കൊള്ളാം, നല്ല രസം, നല്ല നീല ആകാശം, അതുപോലെ വെള്ളത്തിലാണെങ്കിലും നല്ല ക്ലിയർ വാട്ടറാണ്, നല്ല വൃത്തിയുള്ള വെള്ളം, വൃത്തിയുള്ള സ്ഥലം, അടിപൊളി. ഈ ഈവനിങ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കോൺവാളി വന്നിട്ട് ആദ്യം കാണുന്ന അടിപൊളി ബീച്ച് എന്ന് പറയുന്നത് ഇതാണ് ഞങ്ങളെ സംബന്ധിച്ച്. കുറച്ച് മഴയൊക്കെ കാരണം ഞങ്ങൾക്ക് അധികം ബീച്ചൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കോൺവാൾ മൊത്തത്തിൽ അടിപൊളിയാണ്. അത് നമുക്ക് ഈ ബീച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. UK എല്ലാവരും കോൺവാൾ മിസ് ചെയ്യാതെ പോയി കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പിള്ളേരുമായിട്ട് വരുമ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇത്ര സേഫാണെന്നൊക്കെ പറയുവാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഒരു കണ്ണ് വേണം കേട്ടോ പിള്ളേരുടെ അടുത്ത്. കാരണം ഈ പാറ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ഈ കല്ല് കാണുന്ന സ്ഥലങ്ങളിലേക്ക് സൈഡിൽ ചെറിയ കുഴികളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പിള്ളേരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പിള്ളേർ വീഴുമ്പം കല്ലിൽ തട്ടി തലയൊക്കെ പൊട്ടാനോ കൈയൊക്കെ തട്ടി മുറിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു കണ്ണ് വേണം പിള്ളേരെ ഇറക്കി വിടുമ്പോൾ വെള്ളത്തിലോട്ട്. പക്ഷേ എന്താ പറയുക, മറ്റ് ബീച്ചുകളെ പോലെ എന്താ പറയുക പെട്ടെന്നൊരു കുഴിയിലോട്ട് ഇറങ്ങിപ്പോകുന്ന അങ്ങനെ ഒരു സെറ്റപ്പൊന്നുമല്ല. ബീച്ച് ഇങ്ങനെ ഫുള്ള് ഫ്ലാറ്റായി കിടക്കുന്ന ബീച്ചാണ്. ഒരുപാട് ദൂരത്തോട്ട് പോയി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പിള്ളേർക്കൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കാൻ ഇവിടെയൊക്കെ അടിപൊളി സേഫായിട്ടുള്ളൊരു ഏരിയയാണ്. പിന്നെ എന്താ പറയുക 9 മണി വരെ ലൈഫ് ഗാർഡ് സപ്പോർട്ടൊക്കെ ഉണ്ട് ഇവിടെ.
അതുകൊണ്ടൊക്കെയാണ് ഞാൻ സേഫ് ആണെന്ന് ഉദ്ദേശിച്ചത്. കൊള്ളാം, മാധവൊക്കെ ഒരു രക്ഷയില്ല. അവൻ്റെയൊക്കെ സന്തോഷം കണ്ടില്ലേ, ഒരു രക്ഷയില്ല. കണ്ട എൻ്റെ പൊന്നെ, അങ്ങനെ പിള്ളേരുടെ സന്തോഷം അതാണല്ലോ നമ്മുടെ സന്തോഷം. അവർ സന്തോഷിക്കട്ടെ. അവരുടെ ആഗ്രഹമായിരുന്നു ബീച്ചിലിറങ്ങണം, വെള്ളത്തിൽ കളിക്കണം. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അമ്മാതിരി ഭയങ്കര തണുപ്പില്ല, അത്യാവശ്യം തണുപ്പുണ്ട് വെള്ളത്തിന്. എനിക്ക് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇറങ്ങിയില്ല. എൻ്റെ പൊന്നു മച്ചന്മാരെ, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്. നിങ്ങളിൽ പലരും ഇതൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളവരാണെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കാഴ്ച കാണുന്നത് കേട്ടോ. ഇതെന്താണെന്ന് പലർക്കും മനസ്സിലാക്കാണ്. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, ഇത് കല്ലുമ്മക്കായ ഇല്ലേ, ആ സാധനമാണെന്നാണ് എൻ്റെ ഒരു ഊഹം. കണ്ടിട്ട് അതുപോലെയൊക്കെ ഇരിക്കുന്നു, കല്ലുമ്മക്കായ. അതെ, ഇത് കല്ലുമ്മക്കായ തന്നെ ആയിരിക്കും, അറിയില്ല. അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക ഇതെന്താണെന്ന്. എന്താണ് ഈ സംഭവം ഉണ്ടല്ലോ, അടിപൊളിയാണ്. ദൈവം എന്ത് ഏരെയാണെന്നറിയത്. ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണ് ഈ കല്ലേ കൂടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നോ ഒന്ന് ഇതൊന്ന് ഇളക്കി പറിച്ച് നോക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നേരെ പോലെ ഫിസ്റ്റൽ ബീച്ച്, കോൺവാൾ, ന്യൂക്കി. അതാണ് ന്യൂക്കിയിലെ ഫിസ്റ്റൽ ബീച്ച്. ന്യൂക്കിയിൽ കുറേ അധികം ബീച്ചുകളുണ്ട്. അതിൽ ഫിസ്റ്റൽ ബീച്ചിലാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ സാധനം കണ്ടേക്കുന്നത്. വേറെ ബീച്ചിലൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഇവിടെയുള്ള പാറയുടെ മണ്ടയിൽ കൂടെ വലിഞ്ഞു കയറാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എന്താണ് സംഭവം, ഇതിനപ്പുറത്ത് എന്താണെന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ വലിഞ്ഞു കയറി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. കൊള്ളാം കേട്ടോ. ഈ പാറയ്ക്കൂടെയൊക്കെ കയറി നടക്കുമ്പം കെയർഫുൾ, ശ്രദ്ധിക്കണം. തിന്നി വീണ കൈയും കാലും ഒക്കെ ഒടിയും കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ്. അതുകൊണ്ട് വെള്ളം കയറി വന്നപ്പോൾ അണ്ണൻ ടെൻ്റൊക്കെ വലിച്ച് മേലോട്ട് കയറി വരുന്ന കാഴ്ച അത്. കുറേ നേരമായി അണ്ണൻ താഴേത് കുറച്ച് നേരം കയറ്റി വെക്കും, പിന്നെ വെള്ളം കയറി വരുമ്പോൾ പിന്നെ മേലോട്ട് കയറ്റി വെക്കും. അങ്ങനെ കുറേ നേരമായി പുള്ളി കളിക്കാൻ തുടങ്ങിയിട്ട്. എല്ലാവരും സായാഹ്നം ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നതാണ് ബീച്ചിൽ. കൊള്ളാം, നല്ല നയന മനോഹരമായ കാഴ്ചകൾ. നല്ല ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണത്. എന്താ പറയുക, നിങ്ങൾ വന്ന് അനുഭവിക്കുക ആ ഒരു കാഴ്ചകളൊക്കെ, അന്നേ എനിക്ക് പറയാനുള്ളൂ. അതിനിടയിൽ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ നമുക്ക് തോന്നും. അവിടെ ആരും വന്നിട്ടില്ല അധികം. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു സുഹൃത്തിനെ പരിചയപ്പെടുകയുണ്ടായി. സുഹൃത്ത് UK-ൽ NHS വർക്ക് ചെയ്യുകയാണ്, ഇവിടെ പഠിച്ചതാണെന്നൊക്കെയാണ് പറഞ്ഞത്. പുള്ളിക്കാരനിപ്പോൾ ഇവിടെ NHS വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു, കുറേ വീഡിയോ ഒക്കെ പകർത്തി. ഭയങ്കര രസം. അദ്ദേഹം ജോസിനും അപ്പോൾ അതിനിടയ്ക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം അതിൻ്റെ മണ്ടയിരുന്ന് കുറേ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. നല്ല രസം. ഇതൊക്കെയാണല്ലോ ജീവിതത്തിൻ്റെ രസം എന്ന് പറയുന്നത്. എല്ലാവരും കൂടെ, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പുറത്ത് പോവുക, കുറേ വീഡിയോ എടുക്കുക, സംസാരിക്കുക, കളിക്കുക, ചിരിക്കുക. അതൊക്കെയാണല്ലോ ജീവിതത്തിൻ്റെ ഒരു രസം. അതെ, നമുക്ക് നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം വേറൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് കുറേ നേരം. അതിനിടയ്ക്ക് പിള്ളേരപ്പുറത്ത് ബഹളമാണെന്ന് പറഞ്ഞ് അദ്വൈതും ജോസിനും പതിയെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിട്ടോ, ഞാൻ വന്നേക്കാം, ഞാൻ കുറച്ച് വീഡിയോയും കൂടി എടുത്തിട്ട് താഴോട്ട് വന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. അതിനിടയ്ക്ക് നമ്മുടെ ഈ ബീച്ചിന് സൈഡിനോട് ചേർന്ന് വലിയൊരു ഹോട്ടലുണ്ട്, ഒരു 5 സ്റ്റാർ ഹോട്ടൽ. അടിപൊളിയാട്ടോ അത് കാണാൻ. അപ്പം അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, എന്നാൽ കുറച്ച് വീഡിയോ അതിൻ്റെയും കൂടി എടുത്തിട്ട് പോകാമെന്ന്. അങ്ങനെ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ വീഡിയോ. കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണം പ്ലീസ്. അങ്ങനെ വീഡിയോ ഒക്കെ പകർത്തി ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് അഭ്യാസ പ്രകടനമൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അതിൻ്റെ അറ്റത്തൊക്കെ പോയി നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്
കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നല്ല തണുത്ത കാറ്റുണ്ട്, നല്ല ക്ലിയർ ആയിട്ടുള്ള ആകാശം, നല്ല ക്ലിയർ വാട്ടർ. ഇതൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന്, അതെ, നല്ല കാറ്റ് കൊള്ളാൻ പറ്റിയ സ്ഥലം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് താഴെ ഇറങ്ങുമ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. ഇവിടുന്ന് താഴെ വീണ് കഴിഞ്ഞാട്ടല്ലോ തീർന്നു. അമ്മാതിരി പൊക്കത്തിൽ കൂടിയാണ് നൃത്തത്തിൽ നടക്കുന്നത്. കാണുമ്പം നമ്മൾ വീഡിയോ കാണുമ്പോൾ ഉള്ളൊരു ഐറ്റം നല്ല കേട്ടോ. അത്യാവശ്യം ഒരു 2 ആൾ പൊക്കമെങ്കിലും ഉണ്ടാകും. അതിൽ കൂടുതലുണ്ടാവും, അതിൽ കൂടുതലുണ്ടാവും തോന്നില്ല. ഏതാണ്ട് 2 ആൾ പൊക്കം ഹൈറ്റ് ഉണ്ട് ആ പാറയുടെയൊക്കെ എഡ്ജിൽ. പക്ഷെ അതിലിങ്ങനെ പോയി നമുക്ക് വേണമെങ്കിൽ അതിൽ ഇറങ്ങി വരാം. ഇതിനപ്പുറത്ത് ചെറിയൊരു ബീച്ചുണ്ട്, അതായത് മിനി ഫിസ്റ്റൽ ബീച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. അതും അടിപൊളിയാണ്. നമുക്കിതിൻ്റെ അവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ കാണാം. അങ്ങനെ വൈകുന്നേരം ഡോഗൊക്കെ ആയിട്ട് വാക്കിങ്ങിന് ഇറങ്ങി ഒരുപാട് പേരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് ഡോഗ്സുമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ അപ്പുറത്തുണ്ടായിരുന്നു. അവരൊക്കെ തിരിച്ചു പോയി തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഇവിടെ വന്ന് കയറി ഇറങ്ങിയ സന്തോഷത്തിൽ ഞാനും പതിയെ തിരിച്ചിറങ്ങി. എന്തായാലും കാറ്റൊക്കെ കൊണ്ട് ഞാനും മടുത്തു. അവൻ്റെ മണ്ട വലിഞ്ഞു കയറിയപ്പം ഉള്ള സുഖമൊക്കെ അങ്ങ് പോയി കേട്ടോ. സത്യത്തിൽ ഈ പൊണ്ണത്തടിയൊക്കെ വെച്ച് ഇതിൻ്റെ മണ്ട വലിഞ്ഞു കയറുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. പക്ഷേ ഒന്നും നോക്കിയില്ല, വീഡിയോ എടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കയറിയതാണ്. സംഭവം കൊള്ളാം. എന്തായാലും ഞങ്ങൾ താഴെ എത്തി. അദ്ദേഹം അരിപ്പുരയൊക്കെ ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, കയ്യിൽ ടാറ്റ കാണിക്കുന്നു, ബായ് പറയുന്നു. പൊന്നാച്ച ടാറ്റ കാണിക്കടാ. ടാറ്റ, ബൈ ബൈ, ടാറ്റ, ബൈ ബൈ പൊന്നാച്ചൻ. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് പതിയെ പരിപാടിയൊക്കെ നിർത്തി പൂട്ടിക്കെട്ടി പോകാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു, ബൈ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു കാര്യം, ഇതിൻ്റെ അടുത്തൊരു പാർട്ട് കൂടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഓക്കെ, ബൈ. സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ്. Please share and subscribe. Thank you. Thanks everyone.